ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് ജംഗ്ഷനിലാണ് ഞാനിപ്പോഴുള്ളത്. മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം വന്നതിന് ശേഷം 5 ഭാഗങ്ങളിൽ നിന്നും വരുന്ന റോഡുകൾ കൂളിമാട് ജംഗ്ഷനിൽ സംഗമിക്കുകയാണ്. ഇവിടെ വാഹന ഗതാഗതം തീരെ പര്യാപ്തമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പർ റഫീഖാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്താണ് ഈ ഗതാഗത കുരുക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഗതാഗതർക്ക് നമ്മൾ കൂളിമാട് ഇപ്പം പുതിയ പാലം വന്നതിന് ശേഷം അതുപോലെ പാഴൂർ റോഡിന്റെയും അതുപോലെ നാരുവഴി കള്ളന്തോട് റോഡിന്റെയും വർക്കൊക്കെ പൂർത്തിയായി വരികയാണ്. ഈ പൂർത്തിയാകുന്നതിനനുസരിച്ച് നമ്മുടെ കൂളിമാടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാഹനങ്ങൾ വന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പല സമയങ്ങളും നമുക്ക് തന്നെ ഇവിടെ കാണാം. അപകടങ്ങൾ ജസ്റ്റാണ് കഴിച്ചിലായി പോകുന്നത്. ഈ കോഴിക്കോട് മാവൂർ എരഞ്ഞിമാവ് റോഡ്, ചെറുവാടി റോഡ്, ഇടവണ്ണപ്പാറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒന്ന് കാണാൻ പുതിയ വാഹനങ്ങൾ പുതിയതായി വരുന്ന ഡ്രൈവർമാർക്ക് അത് കാണാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഈ ജംഗ്ഷനിലേക്ക് കയറി വരികയും അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്ഷരയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ കൂടുകയും ജനകീയമായിട്ടൊരു കമ്മിറ്റി കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് ഇവിടെ മാവൂര് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് ഐനോട് സംസാരിച്ചത് എസ് ഐ വന്ന് പരിശോധിച്ചിട്ട് അതിന് ഉചിതമായത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് ഒന്ന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ റോഡ് വർക്ക് പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നടപടി പ്രകാരം സിഗ്നലുകൾ സ്ഥാപിക്കും എന്നാണ് നമ്മുടെ അധികാരികൾ അറിയിച്ചത്. പക്ഷെ വർക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വലിയ അപകടങ്ങൾ ഭാഗ്യത്തിനാണ് നമുക്ക് രക്ഷപ്പെട്ടത്. ഒന്നേ പറയാനുള്ളൂ, ഇതുവഴി വാഹനവുമായി വരുന്ന ഡ്രൈവർമാർ ശ്രദ്ധയോടെ വരികയും അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. എത്തുന്ന ഡ്രൈവർമാർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലയുകയാണ്. 5 ദിക്കുകളിൽ നിന്നും ഒരേ സമയം വാഹനങ്ങൾ എത്തുമ്പോൾ അവർക്ക് ആർക്ക് മുൻഗണന നൽകണം എന്ന് മനസ്സിലാവുന്നില്ല. ആര് ആദ്യം കടന്നു പോകണം എന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല. സിഗ്നലുകളോ കൃത്യമായ ട്രാഫിക് നിയന്ത്രണമോ ഇല്ലാത്തതിനാൽ ഓരോ വശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പരസ്പരം മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിത്യേനയുള്ളത്. മാത്രമല്ല, അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാകുകയാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും 5 റോഡിലെയും വരുന്ന വാഹനങ്ങളെ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് തിരിച്ചുവിടാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ഓടിച്ചു കൊണ്ടുപോകാനോ പറ്റാത്ത ഒരു കുടുങ്ങിയ അവസ്ഥയിലാണുള്ളത്. 5 റോഡുകൾ സംഗമിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും വേണ്ടത്ര വിസ്തൃതി റോഡുകൾക്കൊന്നുമില്ല. ഈ സംഗമസ്ഥാനത്ത് വേണ്ടത്ര വിസ്തൃതിയിൽ, അതുകൊണ്ട് തന്നെ ട്രാഫിക് ലൈൻ അടയാളപ്പെടുത്താനോ പോലീസിനും സാധ്യമല്ല, ട്രാഫിക് ഉത്തരവാദപ്പെട്ട അധികാരികൾക്കൊന്നും സാധ്യമല്ല. ഇവിടെ ഇതിന് കൺജക്ഷന് പ്രധാന കാരണം പാർക്കിംഗ്, വണ്ടികൾ വന്ന് അശാസ്ത്രീയമായി പാർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്നും മിക്ക സമയത്തും ഈ ട്രാഫിക് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന കൂളിമാട് കടവ് പാലം കഴിഞ്ഞിട്ട് തിരിച്ച് ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു വാഹനം കോഴിക്കോട് നിന്ന് മാവൂർ വഴി അരീക്കോട്ടേക്ക് പോകുന്ന ഒരു വാഹനത്തിന് തൊട്ടടുത്ത് എത്തുന്നവരെ നേരിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ കള്ളന്തോട് കൂളിമാട് റോഡും മണാശ്ശേരി കൂളിമാട് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് മാവൂർ ഭാഗത്തേക്ക് തിരിയുമ്പോഴും അവിടെ കെട്ടിടങ്ങളുള്ളതുകൊണ്ട്, ബിൽഡിങ്ങുകളുള്ളതുകൊണ്ട് തൊട്ടടുത്തേക്ക് വലത്തോട്ട് തിരിയുമ്പം വലിയ പ്രശ്നം വരുന്നുണ്ട്. എന്നുവെച്ചാൽ നേരിട്ട് കാണുന്നില്ല. പിന്നെ സിഗ്നലുകൾ അടയാളപ്പെടുത്താനോ വെക്കാനോ ഇപ്പൊ തൽക്കാലം ട്രാഫിക്കിന് ഈ റോഡിന്റെ പണികൾ കഴിയാതെ നിവൃത്തിയില്ല. കള്ളന്തോട് കൂളിമാട് റോഡിന്റെ പണിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ സൈഡ് ലോക്കിംഗ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡിന്റെ മൊത്തത്തിൽ പണി നായരുവള്ളി ഭാഗത്തൊക്കെ ഇങ്ങനെ മന്ദഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവസാനത്തിൽ അത് തീർന്ന് ഇപ്പം മണ്ണെടുക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ലോക്കിംഗ് മന്ദഗതിയിൽ നടന്നു വരുന്നത്, അതൊന്ന് ത്വരിതഗതിയിലാക്കി ഈ അങ്ങാടിയുടെ ജംഗ്ഷനിലുള്ള ഒരു ചീനിമരം, അത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചീനിമരം പോക്കി റോഡിന്റെ പൂർണ്ണമായ സൈഡ് ഭാഗത്തേക്ക്, കെട്ടിടങ്ങളുടെ സൈഡ് ഭാഗത്തേക്ക് കെട്ടി വന്നിട്ടുണ്ട്. അവിടേക്ക് മാറ്റി, സൈഡിലേക്ക് ഓട്ടോറിക്ഷകളെ മാറ്റി. പിന്നെ അതുപോലെ മാവൂർ റോഡിലേക്ക്, മാവൂർ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തുള്ള ജയ്ക്ക ബേക്കറിയുടെ തൊട്ട് മുമ്പിലുള്ള ഒങ്ങുമരം, ഇതൊക്കെ അവിടുന്ന് പോയിട്ട് അവിടെയൊക്കെ ലോക്കിംഗ് ഒക്കെ പൂർത്തിയായി വന്നാൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഈ ട്രാഫിക് കൺജക്ഷൻ, ആ ജാം ഒഴിവാക്കാൻ പറ്റുള്ളൂ. സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മിനിറ്റുകളോളം ഇവിടെ കുരുങ്ങിക്കിടക്കുന്നു. വലിയ വാഹനങ്ങൾ വരുമ്പോൾ ജംഗ്ഷൻ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ്. മാവൂർ ഭാഗത്തു നിന്നും
ചെറുവാടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ മപ്രം, പാഴൂർ, കളന്തോട് റോഡ് വഴി വരുന്ന ഡ്രൈവർമാർക്ക് ദൃശ്യമാവാത്ത രീതിയിലാണ് കവലയിലെ കെട്ടിടങ്ങളും മരവും മറ്റുമുള്ളത്. ഈ കൂളിമാട് അങ്ങാടി ഒരു നഗരവൽക്കരണ സ്വഭാവത്തിലേക്ക് എത്തിപ്പെട്ട അടിസ്ഥാനത്തിൽ അങ്ങാടി വികസനം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം. അതിന് തടസ്സമായി എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നാട്ടുകാർ സഹകരിച്ചു കൊടുക്കും. ഇതിനോടനുബന്ധിച്ചുള്ള കിഫി റോഡിൽ വികസനമാണ് നടത്താനുള്ളത്. PWD റോഡിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്തുകൊണ്ട് PWD അധികൃതരോട് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മാവൂർ പന്നിക്കോട് റോഡിലേക്കുള്ള വികസനം, അതുപോലെ തന്നെ 5 റോഡുകളുടെ സംഗമഭൂമിയായ ഈ പ്രദേശം കൂടി വളരെ വികസനപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങാടി വികസനം യാഥാർത്ഥ്യമാക്കിയേ തീരൂ. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ കൂളിമാട് നിത്യം അപകട മേഖലയായി തീരും എന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡുകളുടെ ജോലി പൂർണ്ണമായിട്ടില്ല എന്നതും സിഗ്നൽ സംവിധാനം ഏത് രൂപത്തിലാവണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നതും കാരണമാണെങ്കിൽ അടിയന്തരമായി താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാവണം. ഇപ്പൊ ഇത്രയും മാറ്റങ്ങൾ വന്നതിന് ശേഷം പ്രത്യേകിച്ചും 5 ഭാഗങ്ങളിൽ നിന്നാണ് റോഡ് വരുന്നത്. ഗതാഗത കുരുക്കൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുന്ന എന്തൊക്കെയാണ്? ഇവിടെ ഞങ്ങൾ കാണുന്നത് ഒന്നാമത്തെ ഇവിടെ ഈ പാർക്കിംഗ് ആണ്. ഈ ജംഗ്ഷനിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ മീൻ കച്ചവടം കൊണ്ട് ഏറ്റവും കൂടുതൽ പാർക്ക് ചെയ്യൽ ഈ മെയിൻ റോഡിലേക്കാണ്. കാറുകൾ, വലിയ വലിയ വാഹനങ്ങൾ. ഇപ്പൊ ഇന്നലെ തന്നെ 2 വിഷയം ഇവിടെ ഉണ്ടായി. ബസ്സുകൾ ബ്ലോക്കായി. ബസ് അതിലെ തിരിച്ച് ഇങ്ങോട്ട് പോകേണ്ട ബസ് അപ്പുറത്തൂടെ കയറേണ്ടി വന്ന്. അതേമാതിരി അങ്ങോട്ട് പോകേണ്ട കാറ് അവിടെ റോഡ് ജംഗ്ഷനിൽ നിർത്തിയിട്ട് ഇത് ഇവിടെ സ്ഥിരം പതിവാ. ഒന്നാമത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ മീൻ കച്ചവടം കൊണ്ടാണ്. ഇവര് ഒന്ന് ശ്രദ്ധിക്കൂല. ഒരു വാഹനങ്ങളൊക്കെ മുന്നോട്ട് അങ്ങോട്ടും വെക്കണോ എന്ന് പറഞ്ഞ ഒരാൾ വെക്കാൻ പറഞ്ഞാൽ ഒരാളതിന് നിർത്തിയാൽ മതി. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും. അവിടെ ഒരു വാഹനങ്ങൾ ഈ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് വെക്കുക. ഈ ജംഗ്ഷനിൽ വലിയ ബസ്സങ്ങളാണ്. അപ്പം മിക്ക ദിവസങ്ങളും അപകടങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ്. ഇത് നാളെ 2 ആൾ വീണ്. ഞങ്ങൾ ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവിടെ. ഇപ്പൊ സ്ഥിരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആരോട് പറഞ്ഞ് ഇവിടെ ആരും മൈൻഡ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. ഒരു അവയർനെസ് ബോർഡ് ഇവിടെ ഇല്ല. ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണമെന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ ഇല്ല. വരുന്ന വണ്ടിക്കാര് അങ്ങാടിയിൽ ജംഗ്ഷൻ ബ്ലോക്ക് ആക്കി നിർത്തിയിട്ട് ഒന്നുകിൽ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യും, അതല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കും, അല്ലെങ്കിൽ നിർത്തി ശങ്കിച്ച് നിൽക്കും കോഴിക്കോടൊക്കെ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ സമയത്ത് 1 സെക്കൻഡ് ഒരു വണ്ടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടി 2 സെക്കൻഡ്, അതിന്റെ അപ്പുറത്തെ വണ്ടി 3 സെക്കൻഡ്. പിന്നെ കടന്നു നിൽക്കുന്ന ഒരു വിഷയം വരുന്നുണ്ട് ഇവിടെ. വണ്ടി വരുന്ന ആൾക്കാർ മെയിൻ റോഡ് ബ്ലോക്ക് ആക്കാതെ നിന്നിട്ട് ഗ്യാപ്പിനനുസരിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും ബ്ലോക്ക് വരില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങാടി പരിസരത്ത് അനധികൃതമായി പാർക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയം നല്ലോണം വരുന്നുണ്ട്. ഉദാഹരണത്തിന് അവിടെ നോക്കി, അങ്ങോട്ട് ആ വണ്ടി നിങ്ങളെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു നോക്കി, അവിടെ ഒരു വണ്ടി അവിടെ അതാണ്ടിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ അങ്ങോട്ട് ഒരു ടിപ്പറും അവിടെ ഒരു ബസ്സും വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? പരിഹാര മാർഗങ്ങൾ ട്രാഫിക് സിഗ്നൽ സംവിധാനവും അതേപോലെ റൗണ്ട് അബൌട്ടുമാണ്. 5 റോഡുകൾ സംഗമിക്കുന്ന ഇടമായതിനാൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികമായ പരിഹാരം. ഓരോ വശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ സമയക്രമം നിശ്ചയിക്കുന്നതിലൂടെ മുൻഗണന സംബന്ധിച്ച തർക്കം ഒഴിവാക്കാം. ഇനി റൗണ്ട് അബൌട്ട് ആണെങ്കിൽ ജംഗ്ഷന്റെ മധ്യഭാഗത്ത് ഒരു റൗണ്ട് അബൌട്ട് നിർമ്മിക്കുന്നത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനും വട്ടം ചുറ്റി കൃത്യമായ വശങ്ങളിലേക്ക് തിരിഞ്ഞു പോകാനും സഹായിക്കും. റോഡ് നിയമപ്രകാരം റൗണ്ട് അബൌട്ടിനുള്ളിലുള്ള വാഹനങ്ങൾക്കായിരിക്കും ആദ്യ മുൻഗണന. ഇത് ആശയക്കുഴപ്പം കുറക്കും. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്നുകിൽ ട്രാഫിക് പോലീസിന്റെ സേവനം. സിഗ്നൽ സ്ഥാപിക്കുന്നത് വരെ തിരക്കുള്ള സമയങ്ങളിലെങ്കിലും ട്രാഫിക് പോലീസിനെയോ ഹോം ഗാർഡിനെയോ നിയോഗിച്ച് ഗതാഗതം നിയന്ത്രിക്കാവുന്നതാണ്. മറ്റൊന്ന് വ്യക്തമായ റോഡ് മാർക്കിങ്ങുകളാണ്. ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിൽ സ്റ്റോപ്പ് ലൈൻ, കീപ്പ് ലെഫ്റ്റ് തുടങ്ങിയ മാർക്കിങ്ങുകളും ദിശാസൂചകങ്ങളും സ്ഥാപിക്കണം. ഏത് റോഡിൽ നിന്ന് വരുന്നവർക്കാണ് മുൻഗണന എന്ന് വ്യക്തമാക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നതും നന്നായിരിക്കും. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Hey!
Invest your sleep on right mattress. 4-Wish mattress for healthy sleep.